നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കട്ടിയിലാണ് ഇന്നലെ 15 വയസ്സുകാരനായ അനന്തു വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഫുട്ബോൾ കളി കഴിഞ്ഞ് വെള്ളക്കട്ടിയിലുള്ള തോട്ടിലേക്ക് മീൻ പിടിക്കാൻ വന്നതായിരുന്നു കൂട്ടുകാർ. അതിലാണ് അബദ്ധത്തിൽ ഷോക്കേൽക്കുകയും അനന്തു മരിക്കുകയും കൂടെയുണ്ടായിരുന്ന ഷാനുവും യദുവും ആശുപത്രിയിലൊക്കെ ആവുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത്. ഈ അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ള കമ്പിയാണ്. അനധികൃതമായി തന്നെ കെട്ടിയിറക്കിയതാണ്, നമുക്ക് നിസ്സംശയം തന്നെ പറയാം. അതിൽ നിന്ന് ഒരു കമ്പി താഴേക്ക് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ ആ കമ്പി നേരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് തോട്ടിലേക്കാണ്. അതായത് തോടെന്ന് പറയുമ്പോൾ ഈ തോടിൻ്റെ കൈവരിയായിട്ടുള്ള ഈ ഭാഗത്തുകൂടെ അവർ അതിനെ കൃത്യമായി വലിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെ ഈ കമ്പിലൊക്കെ അത് കൃത്യമായി തന്നെ ചുറ്റിയും വെച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി ചുറ്റി വെച്ച് ഈ ഒരു ഭാഗത്തൂടെ തന്നെ അത് കൃത്യമായി കെട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ അറ്റഭാഗം കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് ഈ നേരത്തെ അപകടം ഉണ്ടായ സ്ഥലം എന്ന് നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ കാണിച്ച അവിടേക്കാണ് അതിൻ്റെ കമ്പിയുടെ അറ്റഭാഗം അവസാന ഭാഗം എത്തിച്ചിരിക്കുന്നത്. അത് തോടിൻ്റെ തന്നെ കുറുകയായിട്ട് അവർ അതിനെ വെച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ അനന്തു ഉൾപ്പെടെയുള്ള ഈ കൂട്ടുകാർ തോട്ടിലേക്ക് മീൻ പിടിക്കാനായി ഇറങ്ങിയ സമയത്ത് അബദ്ധത്തിൽ ആ കമ്പിയിൽ തട്ടുകയും ഷോക്കേൽക്കുകയും അനന്തു മരണപ്പെടുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് KCBയുടെ അനുമതിയില്ലാതെ അനധികൃതമായി വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കമ്പി കെട്ടിയിറക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പോലീസ് FIR ഇട്ട് അന്വേഷിക്കുന്നതും ആ കാര്യം തന്നെയാണ്. ഇതിലൊരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഇതാണ് അപകടം നടന്ന സ്ഥലം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കുട്ടികളുടെ ചെരുപ്പ്, അവരുടേതൊന്ന് കരുതുന്ന കത്തി എന്നിവയെല്ലാം ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കുട്ടികൾ ഇവിടെ അപകടത്തിൽ പെട്ടതറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ആദ്യം ഓടിയെത്തുകയും നാട്ടുകാരെ എല്ലാം വിളിച്ച് ചേർക്കുകയും ചെയ്തു. നേരെ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ ഇതാ കാണുന്നത് 3 പേര് വെള്ളത്തിൽ കിടക്കുക. അതിലൊരാളെ കാല് മാത്രം കുറച്ച് മുകളിലുണ്ട്. അയാളെ വലിച്ചു പുറത്തേക്കിട്ട് ഇത് ചെയ്ത ആൾക്കറിയില്ല ആ ജീവന്റെ വില എന്താന്ന്. അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ നഷ്ടപ്പെട്ട അവന്റെ അച്ഛനും അമ്മയ്ക്കാണ് അതിന്റെ ഏറ്റവും വലിയ വേദന. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തണം. വന്യമൃഗശല്യം അടക്കമുള്ള സംഗതികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നാട്ടുകാരിൽ പലരും ഇങ്ങനെ ഇത്തരത്തിലുള്ള കെണികളൊക്കെ ഒരുക്കാറുണ്ട് എന്ന ഒരു ആരോപണവും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. ഷുജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.